ഈ ധ്യാനം മാനാട്ടൂർമ തിരുഹൃദയ ദേവാലയത്തിൽ നടത്തുവാൻ നല്ല മനസ്സ് കാണിച്ച പോട്ടയിലെ വിൻസെൻഷൻ അച്ഛന്മാർക്കും ടീം അംഗങ്ങൾക്കും ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, തിരുഹൃദയത്തിൻ്റെ അനുഗ്രഹം ഇവരുടെയും ഇവരുടെ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു മാതൃകയാണ് കാഴ്ചവെക്കുക. എല്ലാവർക്കും വിശുദ്ധനും വിശുദ്ധയുമാകുവാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൊച്ചു ത്രേസ്യ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവൾ 24 വർഷം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എങ്കിൽ കൂടിയും ഏറ്റവും വലിയ വിശുദ്ധയായി, മിഷൻ രാജ്യങ്ങളുടെ എല്ലാം വിശുദ്ധയായിട്ട് ഇന്ന് വിരാജിക്കുകയാണ്. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുവാൻ അന്നത്തെ പരിശുദ്ധ പിതാവ് ഉടുത്തൊരുങ്ങി പോകാനായിട്ട് പോകുമ്പോൾ ഒരു കർദിനാൾ ചോദിക്കുകയുണ്ടായി, ഈ കൊച്ച് എന്ത് ചെയ്തിട്ടാണ് അങ്ങ് ഇവളെ വലിയ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്? പരിശുദ്ധ പിതാവ് പറഞ്ഞു, വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ തൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവാശ്രയ ബോധത്തോടെ വിശ്വസ്തയോടെ ചെയ്തതുകൊണ്ടാണ് ഞാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുവാൻ പോകുന്നതെന്ന്. പരിശുദ്ധ പിതാവ് തുടർന്ന് പറയുകയുണ്ടായി, അങ്ങനെ ജീവിച്ച എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവന്നുകൊള്ളൂ, ഞാൻ അവരെയൊക്കെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാം. പ്രിയപ്പെട്ടവരെയും, നമ്മളിൽ പലർക്കും അതിനുള്ള യോഗ്യത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യ നമുക്ക് കാട്ടിത്തരുന്ന ആ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയുമായ ഒരു ജീവിതം നമ്മൾ നയിച്ചാൽ നമ്മൾക്കെല്ലാവർക്കും വിശുദ്ധനും വിശുദ്ധയുമായി തീരാൻ സാധിക്കും. അതിന് നമ്മൾക്ക് ഇത് ഒരു തുടക്കമാകട്ടെ. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മളെല്ലാവരെയും ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും നയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തുടർന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധനും വിശുദ്ധയും എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയം നമ്മൾക്ക് തൻ്റെ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലൂടെ പറയുന്നുണ്ട്, താഴ്ന്നവളെ ഉയർത്തിയും. അതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം. ഏറ്റവും താഴ്ന്ന രീതിയിൽ, ഏറ്റവും ചെറിയ രീതിയിൽ ജീവിച്ചുകൊണ്ട് കൊച്ചു ത്രേസ്യയുടെ കുറുക്കു വഴിയും എന്ന് പറയുന്നത് അതാണല്ലോ. താൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ചെറിയവളാണ്. പരിശുദ്ധ കന്യകാമറിയവും അതുതന്നെയാണ് കാട്ടിത്തരുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ള ആ ബോധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് നമുക്ക് ജീവിക്കുന്നതിനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെല്ലാവരെയും ഉയർത്തും. അവിടുന്ന് നമ്മളെല്ലാവരെയും വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ക്രിസ്തീയമായ ജീവിതം ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ
ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. നമ്മുടെ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മളൊക്കെ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സംശയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാകും. നമ്മുടെ ഈ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യാൻ, കുടുംബ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ തിരുക്കുടുംബത്തിൽ ജനിച്ച യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോ, യൗസേപ്പ് പിതാവിനോട് മധ്യസ്ഥം തേടുമ്പോ, തിരുക്കുടുംബത്തിന്റെ നാഥയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ അലിഞ്ഞില്ലാതായി പോകാൻ അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിങ്കലാണ് എന്ന് തിരിച്ചറിയുക. നമ്മൾ നേരിടുന്ന അഞ്ചാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഫൈനാൻഷ്യൽ പ്രോബ്ലം. സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളേ? രത്തൻ ടാറ്റ ഇന്നലെ രാത്രിയിലാ മരിച്ചേ, അല്ലേ? ഇന്ന് അടക്കി. ഒരുപക്ഷെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സമ്പന്നനായ ഇന്ത്യൻ വ്യവസായികളിൽ ഒരാളായിരുന്നു രത്തൻ ടാറ്റ. എന്ന് കരുതി 86 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. ഇനിയും കുറച്ചു കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തെ കൊണ്ട് പറ്റുമോ? എന്താ കാരണം? കാശുണ്ടായത് കൊണ്ട് മാത്രം നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടില്ല. സമ്പത്തുണ്ട് എന്ന് കരുതിയത് കൊണ്ട് മാത്രം, നിനക്ക് എന്തെങ്കിലുമൊക്കെ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, പോക്കറ്റ് നിറയെ കാശുണ്ടെന്ന് കരുതിയത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉള്ളവന് ഇനിയും വേണം എന്ന ചിന്തയാണ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് ആരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ സമ്പത്ത് എന്നും ഒരു പ്രശ്നമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം ഒരു നല്ല വീടുണ്ടാക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കല്യാണപ്രായമായി നിൽക്കുന്ന പെൺകുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി പറ്റണില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക പ്രശ്നം കാരണം ഒരു ജോലിക്ക് വേണ്ടി ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. വിദേശത്ത് പോയി ഒരു നല്ല ജോലി സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പോകാൻ വേണ്ടിയിട്ടുള്ള കാശുണ്ടാക്കാൻ പറ്റുന്നില്ല. കടബാധ്യതകള്, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് എന്നും വലിയൊരു പ്രതിസന്ധിയായി നമ്മുടെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക പ്രശ്നങ്ങളുമായി കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട്, ഈശോയെ, എൻ്റെ പരാധീനതകളെ, എൻ്റെ ബുദ്ധിമുട്ടുകളെ, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ, എൻ്റെ പട്ടിണിയെ, എൻ്റെ ദാരിദ്ര്യത്തെ, എൻ്റെ ബുദ്ധിമുട്ടുകളെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നിന്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന കാണും. സാമ്പത്തികമായ ഐശ്വര്യവും സമൃദ്ധിയും നൽകാൻ കഴിവുള്ള കർത്താവിൻ്റെ മുമ്പിലാ ഞാനും നിങ്ങളും വന്ന് പ്രാർത്ഥിക്കേണ്ടത്. കരങ്ങൾ അടിച്ച് ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. എല്ലാവരും ശക്തമായി കൈകൾ അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യര് നേരിടുന്ന ആറാമത്തെ പ്രശ്നം എന്ന് പറയുക ലൈംഗിക ആസക്തികളാണ്, പൈശാചിക ബന്ധനങ്ങളാണ്. പൈശാചികമായ ബന്ധനങ്ങൾ
സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ പലപ്പോഴും അന്ധകാരത്തിലേക്ക് തള്ളിവിടാറുണ്ട്. പാപപ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ദുശ്ശീലങ്ങളിൽ പെട്ടുപോകുന്നു. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ശരീരത്തിന്റെ കാമവികാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ, ശരീരത്തെ ഉപയോഗിച്ചു പോകുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ദൈവം നൽകിയിരിക്കുന്ന ദൈവീക ജീവനായ, ഉള്ളിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയും ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുക ഡയബോളിക് പൊസഷൻസ് എന്നാണ്. ഡയബോളിക് പൊസഷൻസ്, പൈശാചികമായ അരൂപിയിൽ ജീവിക്കുന്നവരാകുന്നു. ഈ അന്ധകാര ശക്തികളെ, പൈശാചിക തിന്മകളെ, ദുശ്ശീലങ്ങളെ, പാപത്തഴക്കങ്ങളെ, ലൈംഗികപരമായ തിന്മയുടെ ആസക്തികളെ ഇല്ലാതാക്കാൻ, അതിജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവൻ നമുക്ക് കൃപാവരങ്ങൾ ചൊരിയും, ദുശ്ശീലങ്ങളെ അതിജീവിക്കാൻ കൃപ നൽകും. ദൈവിക ജീവൻ കൊണ്ട് എന്നെയും നിങ്ങളെയും അവൻ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6 തരത്തിലുള്ള പ്രശ്നങ്ങളായി മനുഷ്യന്റെ പ്രശ്നങ്ങളെ ഡിവൈഡ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഈ 6 തരത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും എന്ന് തിരിച്ചറിയുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ദ ഹോളി സ്പിരിറ്റ് ഇൻഡ്വെൽസ് ഇൻ അസ് എന്നാണ് പറയുക. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, ഇല്ലേ? എപ്പോഴാ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് അറിയാവോ നിങ്ങൾക്ക്? മക്കളെ, എപ്പോഴാ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? എപ്പോഴാ? ജ്ഞാനസ്നാന സമയത്ത് മാമോദീസ സ്വീകരിച്ചപ്പോ പ്രവേശക കൂദാശ എന്നാണ് ദ സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസം അറിയപ്പെടുന്നത്. മാമോദീസ സ്വീകരിച്ചപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി. ശരിയാണ്. ആ കിട്ടിയ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടോ? അവിടെയാണ് പ്രശ്നം. മാമോദീസായിലൂടെ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്നതാണ് ചോദ്യം. പാപം ചെയ്യുമ്പോൾ, തഴക്ക ദോഷങ്ങൾക്ക് അടിമപ്പെട്ട് ദുശ്ശീലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായി ദൈവത്തിന്റെ വഴികളെ വേണ്ടെന്ന് വെക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാതെ പോകുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇനാക്ടിവേറ്റഡ് ആകും. ഇനാക്റ്റീവ് ആയി പോകും പരിശുദ്ധാത്മാവ്. നമ്മുടെ പാപങ്ങൾ വഴി, നമ്മുടെ ദുശ്ശീലങ്ങൾ വഴി പരിശുദ്ധാത്മാവിനെ നീ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ഫോണുകൾ, സെൽഫോണുകൾ ഉപയോഗിക്കുന്നവരല്ലേ? നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിച്ചു എന്ന് കരുത്. വാങ്ങിച്ച് ഏതെങ്കിലും ഒരു പ്രൊവൈഡറിൻ്റെ അടുക്കൽ ചെന്ന് ഒരു സിം കാർഡ് വാങ്ങിച്ച് ഫോണിനകത്തിട്ടാൽ ഉടനെ തന്നെ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുമോ? എന്താ പ്രശ്നം? ആക്ടിവേഷൻ പീരീഡ് ഉണ്ട്. പണ്ടൊക്കെ 24 മണിക്കൂറായിരുന്നു, അത് 12 മണിക്കൂറായി ചുരുങ്ങി. ഇപ്പൊ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഫോണിനകത്ത് സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ സിം കാർഡ് ആക്ടിവേറ്റഡ് ആകും. ആ സമയത്തെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ പീരിയഡ്. എന്ന് പറഞ്ഞാൽ സിം കാർഡ് അകത്തുണ്ട്, പക്ഷെ ആക്റ്റീവ് അല്ല. പരിശുദ്ധാത്മാവ് മാമോദീസയിലൂടെ നമ്മുടെ ഒക്കെ ഉള്ളിൽ വന്നിട്ടുണ്ട്, പക്ഷെ ആക്റ്റീവ് അല്ല. കാരണം പാപവഴികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇനാക്റ്റീവായി പോകും എന്നുള്ളതാണ് പ്രശ്നം. ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് പോപ്പുലർ മിഷൻ ധ്യാനം നിങ്ങളെ പ്രാപ്തരാക്കുന്നത്.
ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ, കൂദാശകളിൽ പങ്കെടുക്കുമ്പോ, നല്ല കുമ്പസാരങ്ങൾ നടത്തുമ്പോ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ധ്യാന ശുശ്രൂഷകളിലൂടെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാ സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുന്നത്. ആ ധ്യാന ശുശ്രൂഷയുടെ അവസാന ദിവസം, അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മ അഭിഷേക ആരാധനയിലൂടെ ഞാനും നിങ്ങളും ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ സ്വർഗം തുറന്ന് വേഗം ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥന. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. മരിച്ചുയർത്ത കർത്താവ് ശിഷ്യന്മാരെ വിട്ട് സ്വർഗത്തിൽ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപായി ജെറുസലേമിൽ ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ലൂക്കാസ് വിശേഷം 24 അധ്യായത്തിന്റെ 49 തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, മുകളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങളാരും ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. ദൈവപിതാവ് മുകളിൽ നിന്ന് അയക്കുന്ന ശക്തി ധരിക്കുന്നത് വരെ നിങ്ങളാരും ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. എന്താ ഈശോ പറഞ്ഞത്? നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങള് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ധ്യാനം അവസാനിപ്പിച്ച് ഇന്ന് രാത്രി ഇവിടുന്ന് നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം. എന്താ ഉറപ്പാക്കേണ്ട കാര്യം? മുകളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന് ദൈവം നൽകുന്ന പരിശുദ്ധാത്മ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ ദേവാലയത്തിന്റെ അങ്കണം വിട്ട് ഇവിടുന്ന് നിങ്ങൾ വീടുകളിലേക്ക് പോകരുത്. ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പാടുള്ളൂ. കാരണം ഇനിമേൽ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ ഈ ധ്യാനം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റെഡിയാണോ നിങ്ങള്? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാൻ തയ്യാറാണോ നിങ്ങൾ എല്ലാവരും? ആണോ? അല്പം കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ. പിള്ളേര് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, മുമ്പിലിരുന്നുണ്ട്. പുറകിൽ ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചമാർക്കും ഒക്കെ അത്ര ഉറപ്പ് പോരെന്ന് തോന്നുന്നു. കിട്ടുവോ ആവോ? ഏത് പരിശുദ്ധാത്മാവിനെ കിട്ടുവോ? ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇറ്റലിയില് ഒരു വീട്ടില് 12ാം ക്ലാസ് പാസ്സായ ഒരു കൗമാരക്കാരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാ മാർപ്പാപ്പ റോമില് യാത്ര ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് മാർപ്പാപ്പയെ ഒരു പല്ലക്കിനകത്തിരുത്തി എടുത്തുകൊണ്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. ഈ പല്ലക്ക് ക്യാരി ചെയ്യുന്ന, വഹിക്കുന്ന, ജോലി ചെയ്യുന്നവർക്കാണ് ഇറ്റലിയിൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ജോലി. അതുകൊണ്ട് ഈ യുവാവ്, ഈ കൗമാരക്കാരനൊരു തീരുമാനം എടുത്തു. മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുന്ന ജോലി ചെയ്യാനുള്ള വലിയ ആഗ്രഹം. പക്ഷെ അതിന് തണ്ടും തടിയും ഉണ്ടായാൽ മാത്രം പോരാ, എൻട്രൻസ് പരീക്ഷയുണ്ട്. ഇപ്പം എല്ലാത്തിനും എൻട്രൻസ് ടെസ്റ്റുകളാണല്ലോ. അന്നും എൻട്രൻസ് പരീക്ഷയുണ്ട്. ഈ പയ്യൻ പോയി പരീക്ഷ എഴുതി, പക്ഷെ അവൻ തോറ്റുപോയി. തോറ്റുപോയ സങ്കടം കൊണ്ട് വീട്ടിൽ വന്നിരുന്ന് കരയാണ്. അപ്പൊ കരയുന്ന സമയത്ത് അവന്റെ അമ്മ അവനോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, കരഞ്ഞാ കേൾക്കുന്നവനുള്ള പള്ളി പോയിരുന്ന് കരയ്, ദൈവം നിന്റെ കരച്ചിൽ കാണും. അമ്മ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. കൗമാരക്കാരനായ മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുന്ന ജോലി വേണമെന്ന് ആഗ്രഹിച്ച് തോറ്റുപോയവൻ അമ്മ പറഞ്ഞത് കേട്ട് നേരെ പള്ളിയിലേക്ക് ഓടി. ഇടവകപ്പള്ളി ചെന്ന് ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അമ്മ പറയുന്നത് കേട്ടിട്ട് അവൻ എണ്ണിപ്പിറക്കി കരയാണ്.
ഈ പയ്യൻ കരയുന്നത് കേട്ടോണ്ട് പള്ളിമുറ്റത്തൂടെ നടക്കുന്ന വികാരി അച്ഛൻ നേരെ പള്ളിയകത്ത് കയറി ചെന്നിട്ട് ചോദിച്ചു, എന്താടാ ഇവിടെ ഇരുന്ന് കരയണേന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞു വീട്ടിലിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിൽ പോയി കരയാൻ അമ്മ പറഞ്ഞു വിട്ടതാ. എന്താ കാര്യം എന്ന് ചോദിച്ചു. മാർപ്പാപ്പയെ എടുക്കുന്ന പല്ലക്ക് വഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻട്രൻസ് പരീക്ഷ എഴുതി തോറ്റുപോയി, അതുകൊണ്ടാണ് കരയുന്നേ, ജോലി കിട്ടാത്തത് കൊണ്ട്. അപ്പൊ വികാരി അച്ഛൻ ഉടനെ അവനോട് പറഞ്ഞു, നീ ഇറങ്ങി വാ. പള്ളിമുറ്റത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് അവനോട് പറഞ്ഞു, എടാ നീ +2 പാസ്സായില്ലേ, 12ാം ക്ലാസ്? ഉവ്വ പാസ്സായി. എൻട്രൻസ് അല്ലേ തോറ്റുള്ളൂ? അതേ തോറ്റുള്ളൂ. എന്തിനാ നീ മാർപ്പാപ്പയെ എടുത്തുകൊണ്ട് പോകുന്ന പല്ലക്ക് വഹിക്കുന്ന പരീക്ഷ എഴുതി തോറ്റതിൻ്റെ പേരിൽ കരയണേ? നീ ഒരു കാര്യം ചെയ്യ്, സെമിനാരിൽ ചേർന്ന അച്ഛനാക്. പല്ലക്കിനകത്തിരിക്കുന്ന മാർപ്പാപ്പയുടെ കയ്യിലുള്ള ഈശോയെ എടുക്കാൻ നിനക്ക് സാധിക്കും. പല്ലക്കിനകത്തിരിക്കുന്ന മാർപ്പാപ്പ കൈകളിലെടുക്കുന്ന ഈശോയെ എടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നീ സെമിനാരിൽ ചേർന്ന് അച്ഛനാക്. അതിനേക്കാൾ വലിയ കാര്യമൊന്നും ചെയ്യാനില്ല. ഇവൻ ഓടി വീട്ടിൽ ചെന്നു. അച്ഛൻ പറഞ്ഞത് കേട്ട് വീട്ടുകാരോട് പറഞ്ഞ, സെമിനാരിൽ ചേരാൻ പോവുക. എന്നാ നിന്റെ ഉദ്ദേശം? എനിക്ക് മാർപ്പാപ്പയെ അല്ല എടുക്കേണ്ടത്, എനിക്ക് ഈശോയെ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആരെ എടുക്കണം? എനിക്ക് ഈശോയെ എടുക്കുന്ന അച്ഛനാകണം. അങ്ങനെ ഈ പയ്യൻ സെമിനാരിൽ ചേർന്നു, അച്ഛനായി. ചരിത്രം പറയുന്നു 38ാമത്തെ വയസ്സിൽ ഒരു മെത്രാനായി തീർന്നു. 49ാമത്തെ വയസ്സിൽ കത്തോലിക്ക തിരുസഭയെ നയിച്ച മാർപ്പാപ്പയായി തീർന്ന കുട്ടിയാ അന്ന് കരഞ്ഞ മകൻ എന്ന് പറയുക. പല്ലക്കിനകത്തിരുന്ന് ഈശോയെ കൈകളിലെടുക്കുന്ന ഒരു പുരോഹിതനാകുക എന്നതിനേക്കാൾ കവിഞ്ഞ് വലിയൊരു അനുഗ്രഹം നിനക്ക് ലഭിക്കാനില്ലേ? അതുകൊണ്ട് തന്നെ നിന്റെ കണ്ണുനീര് കാണുന്ന കർത്താവിൻ്റെ അടുക്കൽ പോയിരുന്നു കരഞ്ഞാൽ അവൻ നിന്റെ കരം പിടിക്കും, നിനക്ക് ആവശ്യമുള്ളത് നടത്തി തരും. കൈകൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. എല്ലാവരും ശക്തമായി കരങ്ങൾ അടിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ പഠിക്കേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് ആൻമരിയ. ഞങ്ങൾ വൈപ്പിൻകരയിലെ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ ജീസസ് യൂത്ത് പ്രതിനിധികളാണ്. ഇതൊരു ഇടവകയായി പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയിൽ നടക്കുന്നത്.
എല്ലാ ഇടവകാംഗങ്ങളും വളരെ തീക്ഷ്ണതയോടെ ആദ്യം മുതൽ അവസാനം വരെ ഈ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും തന്നെ വളരെ തീക്ഷ്ണതയോടെ വളരെ സന്തോഷത്തോടെയാണ് ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിരാവിലെ തന്നെ ധ്യാനം തുടങ്ങുമെങ്കിലും അതിൻ്റെ യാതൊരു മടിയോ ക്ഷീണമോ ഒന്നും കൂടാതെ തന്നെ ഒത്തിരി അധികം ജനങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ പേര് ക്രിസ്റ്റീന. ഈ ധ്യാനത്തിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഓരോരോ കുടുംബ യൂണിറ്റ് ഒരുമിച്ച് ചേർന്നിട്ട് റാലിയായിട്ട് രാവിലെയും വൈകുന്നേരം നടക്കുന്ന ആ ഒരു പോപ്പുലർ മിഷനിൽ ഒരുമിച്ച് ചേർന്ന് ജാതിയായിട്ട് വന്നിട്ട് പള്ളിയുടെ അകത്ത് ഒരുമിച്ച് എല്ലാ യൂണിറ്റുകാരും ഒരുമിച്ച് ചേർന്ന് കയറുന്നതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. ജീവിച്ചിരിക്കുന്ന നമ്മൾ മരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ കയറോ അല്ലെങ്കിൽ നരകത്തിൽ കയറോ ഏത് സ്ഥലത്ത് കയറോ എന്ന് നമുക്കൊരു പിടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ചാൻസ് അത് നമ്മൾ യൂസ്ഫുള്ളായിട്ട് മറ്റുള്ള ആൾക്കാരോട് സ്നേഹിച്ചും മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവാം. നമ്മൾ മരിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ മരിച്ച് ചെല്ലുമ്പോൾ അവരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെങ്കിലും ഉണ്ടാവും. എനിക്ക് മരണാനുഭവ ശുശ്രൂഷയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.